നമുക്ക് ഏതായാലും മഴ സാഹചര്യം കൂടി ഇന്നത്തെ പരിശോധിക്കണം. അതിശക്തമായ മഴ പരക്കെയുണ്ട് സംസ്ഥാനത്താകെ. ഇന്ന് 7 ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടാണ്. പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളാണ് ഓറഞ്ച് അലേർട്ട് ഉള്ളത്. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, തൃശൂർ, പാലക്കാട്, മലപ്പുറം, വയനാട് ജില്ലകളിൽ ഇന്ന് യെല്ലോ അലേർട്ടാണ്. അതായത് എല്ലാ ജില്ലകളിലും മഴ മുന്നറിയിപ്പുണ്ട് എന്ന് പറയാം. നാളെയും വ്യാപകമായി മഴ തുടരും. സന്തുന സജുവാണ് വിശദാംശങ്ങളുമായി ചെയ്തത്. സന്തുന, എന്താണ് മഴ സാഹചര്യം? നാളെയും മഴ തുടരുകയാണ്. ഇന്നിപ്പോൾ സ്കൂളിന് അവധിയായിരുന്നു, ഞായറാഴ്ചയായതുകൊണ്ട് തന്നെ. നാളെ എന്താണ് മഴ അലേർട്ടുകൾ? വിനിതായി കാലവർഷത്തിന്റെ ഭാഗമായി തന്നെ വിവിധ ജില്ലകളിൽ അതിശക്തമായ മഴയാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. വരുന്ന 2 ദിവസത്തേക്ക് കൂടി ഇന്നും അതുപോലെ തന്നെ വരുന്ന ഇനി 2 ദിവസത്തേക്ക് കൂടി ഇതേ രീതിയിൽ തന്നെ മഴ തുടരും എന്നുള്ള കാര്യമാണ് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിരിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനം വടക്കൻ ജില്ലകളിൽ കൂടുതൽ മഴയ്ക്കുള്ള സാധ്യതയുണ്ട് എന്നാണ് കാലാവസ്ഥാ വകുപ്പ് വ്യക്തമാക്കിയിരിക്കുന്നത്. കാരണം ഇന്നും നാളെയും മറ്റന്നാളും ഒക്കെ തന്നെയും വിവിധ ജില്ലകളിൽ അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യത മുൻനിർത്തി ഓറഞ്ച് അലർട്ട് നൽകിയിരിക്കുന്നതൊക്കെ തന്നെയും വടക്കൻ ജില്ലകളിലാണ്. ഇനി ഇന്നത്തെ മഴ മുന്നറിയിപ്പ് നോക്കുകയാണെങ്കിൽ ഇന്ന് 7 ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും 7 ജില്ലകളിൽ യെല്ലോ അലർട്ടുമാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇതിൽ ഓറഞ്ച് അലർട്ട് നൽകിയിരിക്കുന്നത് പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ്. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, തൃശൂർ, പാലക്കാട്, മലപ്പുറം, വയനാട് ജില്ലകളിൽ നിലവിൽ യെല്ലോ അലർട്ടുമാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. വരുന്ന 2 ദിവസം കൂടി ഇതേ രീതിയിൽ മഴ തുടരുകയാണെങ്കിൽ കുറച്ചുകൂടി ജാഗ്രത പുലർത്തണം എന്നുള്ള കാര്യം തന്നെയാണ് കാലാവസ്ഥാ വകുപ്പും അതുപോലെ തന്നെ ദുരന്ത നിവാരണ അതോറിറ്റിയും ഒക്കെ വ്യക്തമാക്കുന്നത്. കാരണം സ്വാഭാവികമായിട്ടും ആദ്യത്തെ മഴയിലൊന്നും വലിയൊരു പ്രശ്നം ഉണ്ടാകാനുള്ള സാധ്യതയില്ല. പക്ഷേ പിന്നീട് മഴ ഇങ്ങനെ നിരന്തരമായി പെയ്തുകൊണ്ടിരിക്കുമ്പോൾ മണ്ണിടിച്ചിലടക്കം ഉണ്ടാകാനുള്ള ഒരു സാധ്യതയുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ജാഗ്രത എല്ലാവരും പുലർത്തണം. പ്രത്യേകിച്ച് അപകട സാധ്യതാ മേഖലകളിൽ താമസിക്കുന്ന ആളുകൾ ജാഗ്രത തുടരണം എന്ന് തന്നെയാണ് വിനിത അറിയിപ്പ് വരുന്നത്. അതാണ്, മലയോര മേഖലയിൽ ഉൾപ്പെടെയുള്ളവർ ജാഗ്രത തുടരണം. തീരദേശ മേഖലയിലും ജാഗ്രത പാലിക്കണം. സന്തുന സജുവാണ് മഴ അലേർട്ടിന്റെ വിശദാംശങ്ങൾ നൽകിയത്.